ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ കരുതുന്ന ഒരു സംഭവമാണ് ഒരു ബുക്ക് ഉണ്ടാക്കണമെന്ന്. മടിയുടെ ആഘാതം കൊണ്ടും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടും ഇപ്പോഴാണ് സമയം ഒത്തു വന്നതെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ ഇതുണ്ടാക്കാൻ ഒരു റീസണും കൂടെ ഉണ്ട്. കാരണം ഞാനൊരു ബുക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം ജംജമ പോയപ്പോൾ നോക്കുമ്പം നല്ല റേറ്റ് മീൻസ് ഒരു ബുക്കിൻ്റെ റേറ്റ് ഒന്നും അല്ല വരുന്നത്. അപ്പോൾ പിന്നെ ഞാനത് വാങ്ങിച്ചില്ല. വിചാരിച്ചു എന്തായാലും ഒന്ന് ഉണ്ടാക്കണമെന്ന്. അങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ പണിക്ക് നിന്നത്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. കാരണം നമുക്ക് കുഞ്ഞു കുഞ്ഞു നോട്ട്സൊക്കെ എഴുതാൻ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു നോട്ട് നമ്മളെ കയ്യിലുണ്ടാകുമ്പോൾ വേറെ രസമല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഇപ്പോൾ തന്നെ പറയുകയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ പരിപാടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡ്രോയിങ് ബുക്ക്, വലിയ ഡ്രോയിങ് ബുക്കാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിലാറ് സൈസുള്ളത് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ, കുറഞ്ഞതുണ്ട്. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചിട്ട് അതിൻ്റെ പേജൊക്കെ എന്ത് ചെയ്ത് അതിൻ്റെ സ്റ്റാപ്ലർ ഒന്ന് അയച്ചിട്ട് ഊരിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പേജൊക്കെ പകുതിയിൽ കട്ട് ചെയ്തിട്ടെടുത്തു. പിന്നെ ബുക്സ് ഉണ്ടാക്കാൻ പല മെത്തേഡ്സ് ഉണ്ട്. ഒന്നാണ് ഇത്, അതല്ലാണ്ട് തന്നെ നമ്മൾ സൂചി നൂല് വെച്ചിട്ട് തുന്നുന്നതുണ്ട്. അങ്ങനെ പല രീതിയുണ്ട് കേട്ടോ. സ്റ്റാപ്ലർ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരുപാട് രീതികളുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ജസ്റ്റ് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനാദ്യം എന്ത് ചെയ്യണം, പേജ് നന്നായിട്ട് ഒരേ ലെവലിൽ അറേഞ്ച് ചെയ്യണം. അതിന് വേണ്ടി ഞാൻ ഇതുപോലത്തെ 2 പേപ്പർ ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഫെവിക്കോളാണ്. നോട്ട് ദി പോയിന്റ്, ഫെവിക്കോളിന് ഒരു പിശുക്കും കാണിച്ചത് നല്ലോണം തേക്കണം. അപ്പോൾ പറഞ്ഞത് മനസ്സിലായില്ല. അതായത് പേപ്പർ ഇങ്ങനെ വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പേപ്പർ ക്ലിപ്പ് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു എഡ്ജ് മൊത്തം ഗ്ലൂ ആക്കിയിട്ട് ഒരു ദിവസം ഞാനത് ഇതുപോലെ ഒന്ന് ഉണങ്ങാൻ വെച്ചു. നോക്കുമ്പോൾ എന്തെങ്കിലും വെയിറ്റ് മുകളിലും താഴെ ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി കേട്ടോ. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ. അപ്പോൾ അവിടെ ഗ്ലൂ ആക്കിയിട്ട് ഞാൻ ഒരു ദിവസം കൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് നമുക്കിത് ഇതുപോലെ കിട്ടി. ഇനി നമുക്കിതിനൊരു ചട്ട ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ആ ഡ്രോയിങ് ബുക്കിൻ്റെ ചട്ട തന്നെയാണ് ചട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ പേജിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് ഇതുപോലെ 2 ലെങ്തി പീസും പിന്നെ നടുവിൽ നമുക്ക് ആ പേജിൻ്റെ വിടുത്തിനനുസരിച്ചിട്ടുള്ള ഒരു കുഞ്ഞി പീസും 3 പീസ് അതുപോലെ കട്ട് ചെയ്തിട്ട് ഇതൊന്ന് പൊതിഞ്ഞെടുക്കണം. സാധാരണ ബുക്ക് കവർ ചെയ്യുമ്പോൾ നമുക്ക് നോട്ട്ബുക്കൊക്കെ പൊതിയുന്ന പോലെ ലെങ്ത്തിലും വിടുത്തിലും പേപ്പർ ഉണ്ടാകും. പക്ഷേ എൻ്റെ കയ്യിലുള്ള ഈ ഒരു പേപ്പറിൽ നമ്മുടെ ഈ ഒരു ചട്ട വെച്ച് നോക്കുമ്പോൾ എനിക്ക് ലെങ്ത്തിൽ മടക്കാനില്ലായിരുന്നു, മുകളിലും താഴെ മാത്രമേ മടക്കാനുള്ളായിരുന്നു. പക്ഷേ വേറെ പേപ്പറൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ആ പേപ്പർ വെച്ചിട്ട് തന്നെ അങ്ങനെ ചെയ്തിട്ട്, മീൻസ് മുകളിലും താഴത്തും മാത്രം നമ്മൾ ബുക്കൊക്കെ പൊതിയുന്ന പോലെ ഉണ്ടല്ലോ, സൈഡിലോട്ട് ഇല്ലാന്നുള്ളൂ, മുകളിലും താഴത്തും എന്ത് ചെയ്തു അത് മടക്കിയിട്ട് അവിടെ നിന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഗ്ലൂ തേക്കുക. അങ്ങനെ 3 പീസ് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ പേജസൊക്കെ ഒന്ന് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു പീസ് ഓഫ് പേപ്പർ ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതും ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചട്ടയിലോട്ട് ബുക്കിനെ ബന്ധിപ്പിക്കാം. ആൻഡ് എഗെയിൻ നമ്മുടെ മെയിൻ താരം ഫെവിക്കോൾ ആണ്. ഫെവിക്കോൾ നന്നായിട്ട് വെക്കുക, ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ദിവസം കൂടെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക, വെയിറ്റൊക്കെ വെച്ചിട്ട് ഉണങ്ങാൻ വെക്കുക. ഇനി 2-3 ദിവസത്തിൻ്റെ പ്രയത്നം കൊണ്ട് ഇതുപോലെ നമ്മുടെ ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞില്ലേ പേജിൻ്റെ അടിയിലൊക്കെ ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഗ്യാപ്പൊക്കെ കംപ്ലീറ്റ് പോയി, നല്ലൊരു ബുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. 2-3 ദിവസത്തെ പ്രയത്നമായതുകൊണ്ട് നമുക്ക് ചെറിയൊരു സന്തോഷമൊക്കെ തോന്നും. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഇതുപോലെ തന്നെ നമുക്ക് ബുക്കായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ കുറച്ച് ഒരു കവർ മേക്ക് ഓവറും കൂടി ചെയ്യുന്നുണ്ട്. വലിയ മേക്ക് ഓവറൊന്നും പറയാനില്ല കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു പ്രിൻ്റ് എടുത്ത്. ഇത് ഞാൻ എന്തോ ആൽബം ചെയ്തപ്പോഴൊക്കെ എടുത്തതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ 3 സ്റ്റിക്കേഴ്സ്, അതായത് ഒരു ഗേൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു വിൻറ്റേജ് തീം സ്റ്റിക്കറും പിന്നെ 2 ബട്ടർഫ്ലൈ പിന്നെ ചെറിയൊരു കോട്ട് കേട്ടോ. അപ്പോൾ അത് 3 ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് ഞാൻ കവറും കൂടെ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എഴുതി വെക്കാം, നല്ല ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഒരു ബുക്കായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.